പുതുതലമുറയുടെ പോക്ക് എങ്ങോട്ട്? പണ്ട് കാലങ്ങളിൽ ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ കാണാം പലരും ന്യൂസ് പേപ്പേഴ്സ് വാങ്ങിക്കലും പിന്നെ പല ബുക്കുകൾ വായിച്ച് സമയം കണ്ടെത്തി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി മറ്റുള്ളവരോട് എവിടെയാണ് പോകുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് യാത്ര ചെയ്യാറ് അല്ലേ? അപ്പോൾ ഇന്ന് എന്താണ് നടക്കുന്നത്? ന്യൂജൻ അവരുടേതായ ലോകത്താണ്. രണ്ട് ചെവിയിലും ബ്ലൂടൂത്തും ഏതോ ഒരാളോട് ചാറ്റ് ചെയ്തും സംസാരിച്ചും ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നീ രീതികളിലൊക്കെ അവർ അവരുടേതായ ലോകം കണ്ടെത്തുന്നു. മുമ്പിലുള്ള ആളുകൾ ആരാണെന്ന് പോലും അവർ നോക്കിക്കാണാൻ ശ്രദ്ധിക്കാറില്ല. അവർ പൊതുവെ പറഞ്ഞാൽ മൂകരും ബദിരരുമായ രീതിയിലാണ് ഇന്നത്തെ കാലം പോകുന്നത്. ഈ പോക്ക് എങ്ങോട്ട്? പണ്ട് എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് ബാലരമ, പൂമ്പാറ്റ, അമർചിത്രകഥ എന്നീ ബുക്കുകളെല്ലാം വായിക്കാനും അറ്റ്ലീസ്റ്റ് പല കാര്യങ്ങളും അറിയാനുള്ളൊരു വായനാശീലം കൂടിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് ഇതൊക്കെ മാറി എല്ലാവരും അവരുടേതായ ലോകത്തേക്ക് പോകുന്നു. മറ്റുള്ളവരെ കാണാനും സംസാരിക്കാനും സമയമില്ല. നേരെ മറിച്ച് ദൂരെയുള്ള ആൾക്കാരോട് ചാറ്റ് ചെയ്യാനും അവർ തന്നെ അറിയാതെ തന്നെ ചിരിക്കുകയും എല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി ബുധന്മാരെയും മൂകരെയും കിട്ടുക എന്നല്ലാതെ വേറെ ഒന്നും ഉപയോഗമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ അവരുടേതായാലേ ഒതുങ്ങുന്നു, പ്രശ്നങ്ങൾ വഷളാകുന്നു, അവസാനം ആത്മഹത്യയിലേക്കും പോകുന്നു. അപ്പോൾ ഇനി എന്തൊക്കെ കണ്ടുവരും എന്ന് നമ്മൾ അറിയേണ്ട സമയമായി.